അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് പലർക്കും ജിയോയുടെ സിം, അതായത് യു എയിലേക്ക് വരുമ്പോൾ ജിയോയുടെ സിം യു എ കൺട്രീസിലായാലും അതുപോലെ തന്നെ സൗദി, ഒമാൻ എന്നുള്ള രാജ്യങ്ങളിലായാലും ജിയോയുടെ സിം സപ്പോർട്ട് ആകാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ജിയോയുടെ സിം ഇവിടെ എത്തുമ്പോൾ സപ്പോർട്ട് ആകുന്നില്ല. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങിയത് മുതൽ എനിക്ക് സിം നെറ്റ്വർക്കേ ഡൗൺ ആയിപ്പോയി. അതായത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പാടിലായി. കാരണം എൻ്റെ ഗൂഗിൾ പേയും എൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആയാലും എല്ലാം ആ സിമ്മിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നാട്ടിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിലോ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിലോ പല ആവശ്യങ്ങൾക്കും ആ വാട്സപ്പ് നമ്പർ വരെ ഇവിടെ ഡൗൺ ആയിപ്പോയി. അപ്പം ഞാൻ ചെയ്തൊരു വഴിയുണ്ട്. ആ വഴി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സിമ്മിൽ റേഞ്ച് വരുത്താം. അപ്പൊ തുടക്കത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതെങ്ങനെയെങ്കിലും ഒന്ന് റെഡിയായി കിട്ടിയാൽ മതി എന്നാണല്ലോ വിചാരിക്കുക. ഇത് റെഡിയായി കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അതായത് ഗൂഗിൾ പേ ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ രജിസ്റ്റർ ചെയ്തത് ഈ നമ്പറിലാണ്. അപ്പൊ ഈ നമ്പർ ഇവിടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നാട്ടിലുള്ള ഇടപാടുകൾ ഇവിടെ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം എൻ്റെ നാട്ടിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലുള്ള ഒരുത്തനെ വിളിച്ച് പറഞ്ഞു, എടാ ഇങ്ങനൊക്കെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, സാധാ നോർമൽ റീചാർജ്, ഒരു മാസത്തേക്ക് ഡാറ്റ റീചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന നോർമലി ചെയ്യുന്ന അൺലിമിറ്റഡ് കോൾ ആയിട്ടുള്ള ഈ 199 പ്ലാനൊക്കെ നമ്മൾ ചെയ്യാറ്. ആ ഒരു പ്ലാനൊക്കെ ചെയ്ത് നോക്ക്, എൻ്റെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കി നോക്ക് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം അവൻ പറഞ്ഞിരുന്നത്. പക്ഷെ അതിലൊന്നും ഒരു ഗുണം ഉണ്ടായിട്ടില്ല. നോർമലായിട്ടുള്ള പോലെ തന്നെ സിം വർക്ക് ചെയ്യാത്ത പോലെ തന്നെ ആയിട്ട് അത് വന്ന്. പിന്നീട് ഞാൻ ചെയ്ത എന്താന്ന് വെച്ചാൽ, നമുക്ക് ജിയോ കെയറുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഞാൻ കണ്ടുപിടിച്ച്. അതായത് ജിയോ കെയറുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം. ജിയോയുടെ ഡയറക്റ്റ് അവരുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതാണ് മെയിൻ. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്നതും ആ ഒരു കാര്യമാണ്. ആ റൂൾസ് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യാം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സിം ഇതുപോലെ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പം ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ടോ. ഈ നമ്പറിൽ നിങ്ങൾ സേവ് ചെയ്താൽ ജിയോ സിമ്മുമായിട്ട്, അതായത് ജിയോ സിമ്മിയുടെ വാട്സപ്പ് ഓൺലൈൻ ചാറ്റിങ് ചെയ്യും. നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് നമ്മളെ പ്രശ്നങ്ങൾ എന്താണോ എന്ന് അവരെ അറിയിക്കാം. അപ്പോൾ അവരതിൽ കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പറഞ്ഞുതരും. ഇന്നതുപോലെ ചെയ്താൽ മതി, ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും നമ്മളോട്. അതായത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും, ഫോൺ നമ്പർ, ആധാർ നമ്പർ, അതുപോലെ തന്നെ ആരുടെ പേരിലാണ് സിം എടുത്തിട്ടുള്ളത്, അവസാനമായിട്ട് എത്ര റീചാർജ് ചെയ്തു എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ ചോദിക്കും. അങ്ങനെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് ചാറ്റ് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുക, അവർ ചോദിക്കുന്നതിന് മറുപടി കൊടുക്കുക, കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അവർ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ നിന്ന് മേടിച്ചതിന് ശേഷം നമ്മുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സർവീസ് നിങ്ങൾക്ക്, അതായത് ഈ നെറ്റ്വർക്ക് നിങ്ങൾക്ക് വന്നു കിട്ടും. അങ്ങനെയാണ് ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നത്. എൻ്റെ സിം നാട്ടിൽ വന്നപ്പോൾ ആ പ്രശ്നമായിരുന്നു. ഞാൻ ഇതുപോലെ ചെയ്ത് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചു നോക്കി, അവർ പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ എൻ്റെ സിം നാട്ടിലത്തെ സപ്പോർട്ടാണ്. എനിക്ക് നാട്ടിലേക്ക് കോൾ ചെയ്യാൻ പറ്റും, നാട്ടിലെ നെറ്റ് ഇവിടെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഓഫർ ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കോൾ ചെയ്യാം. റോമിംഗ് ആയിട്ട് ആക്ടിവേഷനായി ഇവിടെ. അപ്പോൾ സിമ്മിൽ ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നുണ്ട്, ഫുൾ റേഞ്ച് കാണിക്കുന്നുണ്ട്, നാട്ടിൽ മെസ്സേജും കാര്യങ്ങളും വരുന്നുണ്ട്, എൻ്റെ OTP കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് മറുപടി തരാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ മാത്രമായിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.